അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുള്ളത്. ഇന്നത്തെ കാലാവസ്ഥാ മാപ്പ് പരിശോധിച്ചാൽ കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടും ഉണ്ട്. നാളത്തെ കാലാവസ്ഥാ സാഹചര്യം കൂടി നോക്കുകയാണെങ്കിൽ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നാളെയും നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന് സാരം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ നീണ്ടുകിടക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനമാണ് മഴ ശക്തമാകാനുള്ള കാരണം. എന്നാൽ ദുർബലമെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന കാലവർഷത്തിന്റെ തീവ്രത വ്യാഴാഴ്ചയോടുകൂടി കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നതും. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നാളെ വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. നമുക്കിനി മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളിലെ താപനില കൂടി ഒന്ന് പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ ഇന്നത്തെ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. എറണാകുളം ജില്ലയിലെ ഇന്നത്തെ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. കോഴിക്കോട് ജില്ലയിൽ ഇന്നത്തെ ഉയർന്ന താപനില 29 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 21 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂരിലേക്ക് പോയാൽ ഇന്നത്തെ കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ പൊതുവിലുള്ള ഒരു മഴ സാഹചര്യവും അതേപോലെ തന്നെ താപനിലയും.